നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസിനെ കുറിച്ചും അവയുടെ ഗ്രാഫായിട്ട് കാണാവുന്ന കർവ്സിനെ കുറിച്ചുമായിരുന്നു. ഇനി നമ്മൾ ഈ കർവിലേക്ക് ഒന്നും കൂടെ ഇറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. ഈ കർവിനെ നമ്മൾ ഒരു മൂവിങ് ഒബ്ജക്റ്റിൻ്റെ പാത്തായിട്ട് കാണാൻ പോവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ്റെ ഗ്രാഫായിട്ട് കിട്ടുന്ന ഒരു കർവ് ഉണ്ട്, ആ കർവിലൂടെ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ്. ഓക്കെ, സോ ആ ഒബ്ജക്റ്റിൻ്റെ പാത്താണ് ആ കർവ്. So the object moves on a curve. അതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം, ഈ സെക്ഷനെ മോഷൻ ഓൺ എ കർവ് എന്നാണ് പറയുന്നത്. So we are trying to explain the phenomena occurring during the motion of a particle on a curve, right? So സ്വാഭാവികമായിട്ടും if there is a motion, അവിടെ നമ്മൾ എപ്പോഴും കാണാൻ ശ്രമിക്കുന്ന ചില ക്വാണ്ടിറ്റികളുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ട മിനിമം ക്വാണ്ടിറ്റീസ് ഉണ്ട്, ലൈക്ക് ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലറേഷൻ ആൻഡ് ഓൾ. ഇവിടെ സപ്പോസ് വി ഹാവ് എ കർവ്. ഈ കർവിലൂടെ ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഈ പോയിന്റിലെ ഈ കർവ് എന്ന് പറയുന്നത് സേ ഇറ്റ്സ് ദ ഗ്രാഫ് ഓഫ് എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ഓഫ് ടി. ആർ ഓഫ് ടി എന്ന് പറയുന്ന ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷന്റെ ഗ്രാഫാണ് ഈ കർവ്. അങ്ങനെയാണെങ്കിൽ ഈ കർവിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരു പാർട്ടിക്കിളിന്റെയും പൊസിഷൻ, ഒബ്വിയസ്ലി അത് ഈ ഒരു കർവിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കും പൊസിഷൻ എന്ന് പറയുന്നത് ഈ കർവിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഈ കർവിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരു ഒബ്ജക്റ്റിന്റെയും പൊസിഷൻ അറ്റ് ടൈം ടി ഈക്വൽ ടു ടി നോട്ട് ക്യാൻ ബി ഫൗണ്ട് ബൈ എക്സിക്യൂട്ടിംഗ് ആർ ഓഫ് ടി നോട്ട്. അല്ലേ, ഇതിന്റെ പുറത്തുള്ള പോയിന്റുകളൊക്കെ എന്താ, ആർ ഓഫ് ടീസ് ആണ്. അപ്പൊ ടി ഈക്വൽ ടു ടി നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ ഇതിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആർ ഓഫ് ടി നോട്ട് ആയിരിക്കും. സോ ഇഫ് യു ഹാവ് ദ വെക്റ്റർ ഇക്വേഷൻ ഫോർ എ കർവ്, then we can simply find the position. അപ്പോൾ മൂവിങ് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പൊസിഷൻ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വളരെ പെട്ടെന്ന് ഒരു മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രണ്ട് സാധനങ്ങളാണ്. ഒന്ന് വെലോസിറ്റി, രണ്ട് ആക്സിലറേഷൻ. അപ്പോൾ ഈ രണ്ട് ക്വാണ്ടിറ്റീസിനെ കുറിച്ചാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു സിറ്റുവേഷൻ ഡിസ്ക്രൈബ് ചെയ്യാം. സപ്പോസ് ദാറ്റ് എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് എലോങ് എ കർവ്. എന്ന് വെച്ചാൽ ഒരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യുക, ആ പാർട്ടിക്കിൾ ഒരു കർവിലൂടെ മൂവ് ചെയ്യുന്നതാണ്. ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന കർവിന്റെ വെക്റ്റർ ഇക്വേഷൻ അല്ലെങ്കിൽ ആ പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്റ്റർ ഈസ് ഗിവൺ ആസ് ആർ ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി, ജി ഓഫ് ടി, എച്ച് ഓഫ് ടി. ഓക്കെ, ഇതൊരു ഒരു എന്താണ്, 3 ഡയമെൻഷണൽ സ്പേസിലുള്ള കർവാണ്. ആ കർവിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഇതിലൂടെ ഓർക്കണം എപ്പോഴും എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ. ഈ ഏത് തരത്തിൽ വേണമെങ്കിലും ഒരു വെക്റ്റർ ഫംഗ്ഷനെ ഡിസ്ക്രൈബ് ചെയ്യാം. സോ ദാറ്റ് ഷുഡ് ബി നോട്ടഡ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ. സോ if the composite functions or if the functions, the component functions f, g and h, if the component functions f, g and h have second order derivatives, or in other words if they are twice differentiable, then the velocity vector v of t can be found as, or can be explained as r dash of t, and the acceleration vector a of t can be explained as r double dash of t. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊസിഷൻ വെക്ടറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്നതാണ് വെലോസിറ്റി വെക്ടർ. പൊസിഷൻ വെക്ടറിനെ 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ വെലോസിറ്റി വെക്ടറിനെ 1 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്നതാണ് ആക്സലറേഷൻ വെക്ടർ. നമുക്ക് നേരത്തെ അറിയാം, പൊസിഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡിസ്റ്റൻസ് ആണല്ലോ, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വെക്ടർ ആണ്, വെലോസിറ്റി ആണ്. വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആക്സലറേഷൻ ആണ്. സോ ഇവിടെ നമ്മളത് ഒന്നുകൂടെ ഉപയോഗിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനൊന്ന് ഡീറ്റെയിലായിട്ട് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും, f dash of t I plus g dash of t j plus h dash of t k equal to f double dash of t I plus g double dash of t j plus h double dash of t k. നോക്കൂ, നമ്മൾ നേരത്തെ കണ്ടു എല്ലാ ഫങ്ഷൻസ് ഒന്നും ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോൾ ഈ ആക്സലറേഷനും വെലോസിറ്റി ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ കണ്ടീഷൻ ഓർക്കണം. If these component functions f, g and h are
ട്വൈസ് ഡിഫറൻഷ്യബിൾ. 2 പ്രാവശ്യം ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദീസ് ഡെഫിനിഷൻസ് ആക്ച്വലി gets its meaning or it makes sense only when these component functions are twice differentiable. Okay, so അതാണ് ആക്സിലറേഷനും വെലോസിറ്റിയും. ഇനി നമുക്ക് ഈ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എന്താ? സ്പീഡാണ്. സോ അതൊന്ന് കണ്ടു നോക്കാം നമുക്ക്. വെലോസിറ്റി അവിടെ നിൽക്കട്ടെ. എങ്ങനെയാ ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാം? ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണും? വി ഓഫ് ടി ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഡി ആർ ബൈ ഡി ടി അല്ലേ? ആർ എന്ന് പറയുന്ന നമ്മുടെ പൊസിഷൻ വെക്ടറിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്നതല്ലേ വി ഓഫ് ടി അല്ലെങ്കിൽ വെലോസിറ്റി. അപ്പോൾ എങ്ങനെയാ ഇതിന്റെ നോം അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ ഇതിന്റെ മോഡുലസ് മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാ കാണുക? നമുക്കിവിടെ എന്തുണ്ട്? കമ്പോണൻസ് ഒക്കെ തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടു മാഗ്നിറ്റ്യൂഡ് കാണാൻ ഓരോ കമ്പോണന്റിന്റെയും സ്ക്വയർ കണ്ട് ആഡ് ചെയ്തിട്ട് റൂട്ട് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എഫ് ഡാഷ് സ്ക്വയർ പ്ലസ് ഇവിടെ എഫ് ഡാഷ് ഓഫ് ടി ഉണ്ട്, ഓർക്കണം. എഫ് ഡാഷ് ഓഫ് ടി സ്ക്വയർ ജി ഡാഷ് ഓഫ് ടി സ്ക്വയർ പ്ലസ് എച്ച് ഡാഷ് ഓഫ് ടി ഹോൾ സ്ക്വയർ root of, right? So the velocity vector has the magnitude root of f dash of t whole square plus g dash of t whole square plus h dash of t whole square. ഇനി ഇവിടെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മുമ്പ് ആർക്ക് ലെങ്തിനെ ഡിഫൈൻ ചെയ്തിരുന്നു. എന്തായിരുന്നു ആർക്ക് ലെങ്ത്? എസ് ഓഫ് ടി അല്ലായിരുന്നു. So നോക്കൂ, go back to your session where we have defined and described arc length. എന്ത് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും നോക്കൂ. എസ് ഡാഷ് ഓഫ് ടി ഈക്വൽ ടു നോം വി ഓഫ് ടി. സി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ we can rewrite it as s of t is equal to integral t naught to t. This t naught, ഈ t naught ചിലപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻ ആവാം, അത് 0 ആയി പോവാം. Whatever, does not matter. T naught to t norm v of t dt. ഇവിടെ നമ്മൾ ഈ നോം ഉപയോഗിക്കുന്നത് എന്താ? സാധാരണ ഒരു വെക്ടറിന്റെ ആബ്സല്യൂട്ട് വാല്യൂ, ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു വെക്ടർ ഉണ്ടെങ്കിൽ അതിന്റെ ആബ്സല്യൂട്ട് വാല്യൂ ഇങ്ങനെ ഇട്ടാൽ പോരെ. പക്ഷെ ഇവിടെ നമ്മൾ ഈ നോം ഉപയോഗിക്കാൻ കാരണം മാത്തമാറ്റിക്കൽ അനാലിസിസിൽ 2 ഡയമെൻഷൻ്റെ മോഡൽ 2 ഡയമെൻഷനോ അതിന്റെ മോളിലൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ 2 or 3 കമ്പോണൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പൊതുവെ നോമാണ് ഉപയോഗിക്കുക. ഓക്കെ, so confusion ആവേണ്ട, this is nothing but the absolute value or modulus. So നമുക്ക് എന്ത് കിട്ടി? s of t equal to integral t naught to t absolute value of v of t dt. ഇവിടെ ഒന്നും സംഭവിച്ചില്ല. This is just the application of fundamental theorem of calculus. Fundamental theorem of calculusന്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ മാത്രമാണത്, റൈറ്റ്? നോക്കൂ, നിങ്ങൾക്ക് ഇതിവിടെ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ബുദ്ധിമുട്ട് വരാൻ പാടില്ല. കാരണം നമ്മൾ ആർക്ക് ലെങ്തിന് എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്? ആർക്ക് ലെങ്തിന് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എസ് ഓഫ് ടി ഈക്വൽ ടു, നമ്മളൊരു എക്സാമ്പിൾ ചെയ്തപ്പോൾ ഇവിടെ 0 നിർത്തിയിരുന്നു. 0 to t നമ്മൾ എഴുതിയിട്ട് എങ്ങനെയായിരുന്നു? 0 to t r dash of t dt. അല്ലെങ്കിൽ ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വേരിയബിൾ മാറ്റി r dash of p dp. ഇവിടെ ഈ ടി ഇവിടെ കൺഫ്യൂഷൻ ആവണ്ട. ദിസ് ഈസ് ദ വേരിയബിൾ ഓഫ് ഇന്റഗ്രേഷൻ. ഇതിൽ നമ്മൾ ഡയറക്റ്റ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഡിഫറൻഷ്യലും ഈ ഇന്റഗ്രലും കൂടെ എന്താവും? ക്യാൻസൽ ആയി പോകുന്നു. പറയാൻ പാടില്ല ശരിക്കും, അതല്ല അതിന്റെ തിയറി. പക്ഷേ നമുക്ക് അങ്ങനെ തൽക്കാലത്തേക്ക് കൺസിഡർ ചെയ്യാം. എസ് ഡാഷ് ഓഫ് ടി എന്ത് കിട്ടും? ആർ ഡാഷ് ഓഫ് ടിയുടെ ആബ്സല്യൂട്ട് വാല്യൂ എന്ന് കിട്ടും. ഈ ആർ ഡാഷ് ഓഫ് ടിയുടെ ആബ്സല്യൂട്ട് വാല്യൂ എന്താ? അതല്ലേ നമ്മൾ കണ്ടേ? വി ഓഫ് ടി. ആർ ഡാഷ് അല്ലെങ്കിൽ ഡി ആർ ബൈ ഡി ടി അല്ലേ വി ഓഫ് ടി. അപ്പോൾ ഇത് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവരുത്. This is easy to understand. Okay? Right. So, that's how the speed and arc length are connected. നമ്മൾ മുമ്പ് പാരാമീറ്ററൈസേഷൻ യൂസിങ് ആർക്ക് ലെങ്ത് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ റീപാരാമീറ്ററൈസേഷൻ യൂസിങ് ആർക്ക് ലെങ്ത്. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഈ ആർക്ക് ലെങ്ത് ഉപയോഗിച്ച് റീപാരാമീറ്ററൈസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം, പിന്നീട് നമ്മൾ അതിന്റെ ടാൻജന്റ് വെക്ടർ എടുക്കുമ്പോൾ അത് യൂണിറ്റ് ആയിരിക്കും.
അല്ലെങ്കിൽ dr/dt കാണുമ്പോൾ അത് യൂണിറ്റ് വെക്ടർ ആയിരിക്കുന്നത്. സോ അതിൻ്റെ റീസണൊക്കെ വരുന്നത് ഇവിടെ നിന്നാണ്. അവിടെ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ ആർക്ക് ലെങ്ത്തും സ്പീഡും തമ്മിൽ കണക്ട് ചെയ്ത് കിടക്കുന്നത്. ഡെഫിനേഷനിൽ രണ്ടും എന്താണ്, കണക്റ്റഡ് ആണ്. റൈറ്റ്. സോ ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ. എക്സാമ്പിളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വെലോസിറ്റി വെക്ടറിനെ കുറിച്ച് ഒരു കാര്യം കൂടി പറയട്ടെ. ഈ വെലോസിറ്റി വെക്ടറിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? വെലോസിറ്റി ഒരു വെക്ടർ ആണല്ലോ. ഈ വെലോസിറ്റി വെക്ടറിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? വെലോസിറ്റി വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ദിസ് ഈസ് അവർ കർവ്. സേ കർവ് ഈസ് ദ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ r of t. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി v എന്ന് പറയുന്നത് dr/dt ആണ്. dr/dt നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? ടാൻജന്റ് വെക്ടർ എന്ന് വിളിച്ചിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡയറക്ഷൻ എപ്പോഴും ടാൻജൻഷ്യലാണ്. അതുകൊണ്ട് തന്നെ വിയുടെ ഡയറക്ഷൻ എന്തായിരിക്കും? എപ്പോഴും ടാൻജന്റ് ടു ദ കർവ്. അപ്പോൾ വി ഓഫ് ടി നോട്ടിന്റെ ഡയറക്ഷൻ എന്താ? ഈ പോയിന്റിൽ ഇതാണ് ടി നോട്ട് എന്നുണ്ടെങ്കിൽ ഈ പോയിന്റിലെ ടാൻജന്റ് ഡയറക്ഷൻ. ഈ പോയിന്റ് T1 ആണെങ്കിൽ വി ഓഫ് T1ന്റെ ഡയറക്ഷൻ എന്താ? ഇവിടെ നിന്നുള്ള ടാൻജന്റ് ഡയറക്ഷൻ. സോ ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി വെക്ടർ at any point will be the direction of the tangent vector to the curve C, if this curve is called C, at that particular point. ഏതൊരു പോയിന്റിലാണോ നമ്മൾ വെലോസിറ്റി വെക്ടറിന്റെ ഡയറക്ഷൻ നോക്കുന്നത്, ആ പോയിന്റിലെ കർവിന്റെ ടാൻജന്റ് ഡയറക്ഷൻ ആയിരിക്കും വെലോസിറ്റി വെക്ടറിന് ഉണ്ടാവുക. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോവാം. Suppose the position of a moving object is given using the vector formula r of t equal to t square I plus tj plus 5/2t, this is 5/2t k. These are the unit vectors in perpendicular directions. So find the velocity and acceleration at t equal to 2 seconds or minutes. T equal to 2, യൂണിറ്റ് എന്തും ആവട്ടെ. at t equal to 2. അപ്പോൾ നമ്മൾ എങ്ങനെ കാണും? v of t equal to r dash of t, which is equal to 2ti plus j. t യുടെ ഡെറിവേറ്റീവ് എന്താ? 1 plus 5/2k. Okay, so this is the velocity vector. ഇനി എന്താ acceleration vector? These are vectors. ഞാൻ arrow ഒന്നും ഇടുന്നില്ല എന്നേ ഉള്ളൂ. You can remember that. So a of t is equal to r dash of t or v dash of t, which is equal to 2i. ഇതിന്റെ രണ്ടിന്റെ എന്താ coefficients constant ആണ്. So the derivatives will be 0 respectively. So a of t or acceleration of t is 2i. റൈറ്റ്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട എന്നാൽ വളരെ ചെറിയൊരു തിയറമാണ് സ്റ്റേറ്റ് ചെയ്യാനും പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, ഞാൻ വായിക്കാം. ഇഫ് എ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ കോൺസ്റ്റന്റ് സ്പീഡ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്യുന്നു, then the acceleration vector is perpendicular to the velocity vector. ഇത്രയാണ്. ഒരു ഒബ്ജക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. That particle moves in a constant speed. സ്പീഡ് എന്തായിരുന്നു? വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ്. സോ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഇത് കോൺസ്റ്റന്റ് ആണ് തന്നിട്ടുണ്ട്. സോ വി ക്യാൻ ചൂസ് ഇറ്റ് ടു ബി സി ഒരു കോൺസ്റ്റന്റ് ആവട്ടെ. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. തന്നിട്ടുള്ള എന്താ? ദ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ കോൺസ്റ്റന്റ് സ്പീഡ്. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് the acceleration vector is perpendicular to the velocity vector. നോക്കൂ, ഇവിടെ absolute value of velocity is c. So consider the velocity vector as a vector itself. Real number വേണ്ട, vector ആയിട്ട് കൺസിഡർ ചെയ്യാം. Take a dot product with itself. v of t dot v of t. നമുക്കൊരു തിയറം അറിയാം, അല്ലെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്തിട്ടും പഠിച്ചിട്ടും ഒക്കെ ഉണ്ട്. If a is any vector, then a dot a is mod a square അല്ലെങ്കിൽ norm a square അല്ലേ? which means this is norm v of t whole square. norm v of t എന്താ? നമ്മുടെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന കോൺസ്റ്റന്റ് സ്പീഡിലാണ്. സോ norm v of t is c.
So this is c square. അപ്പോൾ നമുക്ക് എന്താ കിട്ടി? ഇതൊക്കെ നമുക്ക് എഴുതി വെക്കാം. ഞാനിവിടെ ഇനി വി ഓഫ് ടി എന്ന് എഴുതുന്നില്ല, വി ഡോട്ട് ബി തന്നെ എഴുതുന്നുള്ളൂ. നിങ്ങൾ ഓർക്കുക ഇത് രണ്ടും എന്താണ്? ഫങ്ഷൻസ് ഓഫ് ടി ആണ്. സോ വി ഡോട്ട് ബി ഈക്വൽ ടു സി, എ കോൺസ്റ്റന്റ്. ഇനി രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ്, അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ വേണം. നമ്മൾ റൂൾസ് ഓഫ് ഡിഫറൻസിയേഷൻ കണ്ടല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. അതിനകത്ത് ഉപയോഗിച്ച പോലെ നമുക്ക് എന്ത് വേണം? പ്രൊഡക്റ്റ് റൂൾ വേണം. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ is equal to c യുടെ ഡെറിവേറ്റീവ് എന്താ with respect to t? c is a constant, so derivative is 0. ഇത് രണ്ടും ഒന്നല്ലേ? v v ഡാഷും v v ഡാഷും അല്ലേ? is equal to 2v v dash equal to 0. which implies, നോക്കൂ ഇവിടെ 2 times a quantity is 0. 2 times a quantity is 0. 2 cannot be 0. 2 എന്തായാലും 0 അല്ലല്ലോ. So what should be 0? v into v dash is 0. v dash എന്താ? ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി എന്താ? ആക്സലറേഷൻ ആണ്. v ഇതൊക്കെ ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. v dot a is equal to 0. These are vectors. v dot a is equal to 0. which means രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 എന്നത് എപ്പോഴാണ്? when either one of them to be 0 or if they are perpendicular to each other. ഇവിടെ നമുക്ക് ഇതൊന്നും 0 അല്ലാന്നൊരു അസംപ്ഷൻ എടുക്കാം. 0 ആണെങ്കിൽ പിന്നെ കാൽക്കുലേഷൻ ഒന്നുമില്ല. വെക്ടർ 0 എന്ന് പറഞ്ഞാൽ, സോറി, വെലോസിറ്റി വെക്ടർ 0 എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ അതിനർത്ഥം? നമ്മൾ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നേ ഇല്ല. നമ്മൾ പറഞ്ഞത് മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ കഥയാണല്ലോ. സോ വെലോസിറ്റി വെക്ടർ 0 അല്ല എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെലോസിറ്റിയും ആക്സിലറേഷനും എന്താണ്? പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. എന്താ ഇതിന് കാരണം? വി ഡോട്ട് എ നമ്മൾ എങ്ങനെ, അല്ലെങ്കിൽ സപ്പോസ് വി ഹാവ് ടു വെക്ടേഴ്സ് എ ആൻഡ് ബി. എയും ബിയും രണ്ട് വെക്ടേഴ്സ് ആണെന്ന് വിചാരിക്കുക. എ ഡോട്ട് ബിയെ നമ്മൾ എങ്ങനെയാണ് എഴുതിയിരുന്നത്? മോഡ് എ മോഡ് ബി ഇൻറ്റു കോസ് തീറ്റ എന്നല്ലായിരുന്നു. അപ്പോൾ ഇത് രണ്ടും പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റയുടെ വാല്യൂ 90. തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പോൾ തീറ്റയുടെ വാല്യൂ 90. അപ്പോൾ എന്തായി പോവും? കോസ് തീറ്റ 0 ആയി പോവും. അപ്പോൾ മൊത്തം എ ഡോട്ട് ബി എന്താവും? 0 ആവും. അത് നമുക്ക് തിരിച്ചും പറയാം. if a dot b is equal to 0, we can conclude that a and b are perpendicular. So using that here, we can easily conclude that the velocity vector is perpendicular to a, the acceleration vector. Okay, so അപ്പോൾ നമ്മളിപ്പോൾ എന്താ പ്രൂവ് ചെയ്തത്? if we have a particle moving in a constant speed, വെലോസിറ്റി കോൺസ്റ്റന്റ് ആവണമെന്നില്ല. നോക്കൂ, സ്പീഡും വെലോസിറ്റി ഒന്നല്ല. വെലോസിറ്റിക്ക് ഒരു ഡയറക്ഷനും കൂടെ ഉണ്ട്. സോ ഡയറക്ഷൻ മേ ചേഞ്ച്. വാട്ട് എവർ, ഇഫ് ദ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ കോൺസ്റ്റന്റ് സ്പീഡ്, then the velocity vector and acceleration vector are perpendicular to each other. Right. So ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആക്സിലറേഷൻ്റെ ഒരു സ്പെഷ്യൽ കേസിനെ കുറിച്ചാണ്. നേരത്തെ നമ്മൾ വെലോസിറ്റിയുടെ ഡയറക്ഷനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ കർവ് സിയുടെ ടാൻജൻഷ്യൽ ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? വെലോസിറ്റിയുടെ ഡയറക്ഷൻ കണ്ടത്. അപ്പോൾ നമുക്കിനി ആക്സിലറേഷൻ്റെ ഡയറക്ഷനെ കുറിച്ച് ചിന്തിക്കാം. ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ നമ്മളൊരു സ്പെഷ്യൽ കേസിൽ മാത്രമേ ഇപ്പോൾ നോക്കുന്നുള്ളൂ. കൺസിഡർ എ പാർട്ടിക്കിൾ മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത് ഗിവൺ ബൈ ദ ഫോർമുല r of t equal to r naught cos omega t plus r naught sin omega t. ഓക്കെ, ഇതൊരു സർക്കുലർ ഫോർമുല ആണ്. സർക്കിൾ ആയില്ല അല്ലേ? സോ തൽക്കാലത്തേക്ക് ഇന്നൊരു സർക്കിളായിട്ട് പരിഗണിക്കുക. സോ ഇനി നമുക്ക് ഇതിന്റെ വെലോസിറ്റിയും ആക്സിലറേഷനും ഒന്ന് കാണാം. എന്തായിരിക്കും ഇതിന്റെ വെലോസിറ്റി വെക്ടർ? v of t. v of t എന്ന് പറഞ്ഞാൽ എന്താ? r dash of t ആണ്. what is that? r naught is a constant into derivative of cos omega t with respect to t എന്താ? minus sin omega t into omega അല്ലേ? ഇവിടെ ഒമേഗ ടി ഉണ്ട്, ഇൻറ്റു ഒമേഗ വരും. പ്ലസ് r naught into sin omega ടിയുടെ ഡെറിവേറ്റീവ് എന്താ? cos omega t into omega. എന്ന് വെച്ച് കഴിഞ്ഞാൽ v of t is equal to minus omega r naught sin omega t plus omega r naught cos omega t. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണാം? ആക്സിലറേഷൻ കാണാം. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ v dash.
വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ്. അപ്പോൾ എന്ത് കിട്ടും? മൈനസ് ഒമേഗ ആർ നോട്ട് ഒരു കോൺസ്റ്റന്റ് ആണ്. പിന്നുള്ളത് എന്താ? സൈൻ ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് ആണ്. സൈൻ ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് എന്താ? വിത്ത് റെസ്പെക്ട് ടു ടി കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ. ആ ഒമേഗയും ഈ ഒമേഗയുടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇറ്റ് വിൽ ബി മൈനസ് ഒമേഗ സ്ക്വയർ ആർ നോട്ട് ഇൻറ്റു കോസ് ഒമേഗ ടി. ഇവിടെ എന്താ ഉള്ളത്? ഒരു ഒമേഗ ആർ നോട്ട് കോൺസ്റ്റന്റ് ആണ്, സോ ദാറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. പിന്നെ കോസ് ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറയുന്നത് മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ. ആ ഒമേഗയും ഈ ഒമേഗയുടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒമേഗ സ്ക്വയർ കിട്ടും. പിന്നെ ഒരു മൈനസ് വന്നില്ലേ കോസിന്റെ ഡെറിവേറ്റീവ് ആയതുകൊണ്ട്. സോ മൈനസ് ഒമേഗ സ്ക്വയർ ആർ നോട്ട് സൈൻ ഒമേഗ ടി. ഇനി ആക്സിലറേഷനിലേക്ക് നോക്കൂ. വാട്ട് ഈസ് ദിസ്? ഞാൻ ഈ വെലോസിറ്റിനെ ഒന്ന് മാറ്റുന്നുണ്ട്. ഒരു സർക്കുലർ മോഷനും പോട്ടെ, നമുക്ക് പിന്നെ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ വരക്കാം. സോ can I write acceleration? ഈ ആക്സിലറേഷൻ ഈ മൈനസ് ഒമേഗ സ്ക്വയർ എന്നുണ്ട് പുറത്തോട്ട് എടുക്കുക. മൈനസ് ഒമേഗ സ്ക്വയറിനെ പുറത്തോട്ട് എടുക്കുക. സോ ഇറ്റ് വിൽ ബി മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ നോട്ട് കോസ് ഒമേഗ ടി പ്ലസ് ആർ നോട്ട് സൈൻ ഒമേഗ ടി. ഇതെന്താ? ആർ നോട്ട് കോസ് ഒമേഗ ടി പ്ലസ് ആർ നോട്ട് സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് എന്താ? അത് ആർ ഓഫ് ടി അല്ലേ? പൊസിഷൻ വെക്ടർ തന്നെ അല്ലേ? വിച്ച് മീൻസ് acceleration vector is equal to minus omega square r of t. എന്ന് വെച്ചാൽ we got the acceleration as a scalar multiple of position vector. As a scalar multiple of position vector. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലറേഷനും പൊസിഷൻ വെക്ടറും ദേ ആർ പാരലൽ ടു ഈച്ച് അതർ. അങ്ങനെയല്ലേ? വെക്ടേഴ്സിന്റെ സ്കേലാർ മൾട്ടിപ്പിൾസ് ഒക്കെ എന്താണ്? പാരലൽ വെക്ടേഴ്സ് ആയിരിക്കും. മാത്രമല്ല ഇവിടെ ഒരു മൈനസ് സൈൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു വെക്ടറിന്റെ സ്കേലാർ മൾട്ടിപ്പിളിന്റെ നെഗറ്റീവ് ആണ് മറ്റൊരു വെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ their direction reverses. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നു എന്നാണ് അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആക്സിലറേഷന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ബോഡി മൂവ് ചെയ്യുന്ന, നമ്മുടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. ബോഡി മൂവ് ചെയ്യുന്ന ഡയറക്ഷന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. Which means, in other words, the acceleration points back opposite to the direction of motion. ഈ ആക്സിലറേഷൻ നമ്മൾ മുമ്പ് കണ്ടിട്ടുമുണ്ട്, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുമുണ്ട്. This acceleration is called the centripetal acceleration. Centripetal acceleration. Okay, centripetal acceleration.